ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എൻ്റെ ക്യൂട്ടീസ്. അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടാക്കിയ ശേഷം ഞാനൊരു ക്രിസ്മസ് വോൾ ഡെക്കോറോ അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കോറും കൂടെ ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ ഒരു ചെറിയൊരു സ്പേസാണ്. അപ്പോൾ ആ സ്പേസിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് ഡെക്കോർ ചെയ്യാമെന്ന് വെച്ചു. കുറച്ചൊക്കെ ഡെക്കോർ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി കുറച്ച് സാധനങ്ങളൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കാണിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചത്. അതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കുറച്ച് ഹൗസ്, പിന്നെ നമ്മുടെ സ്നോമാൻ, പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ, ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ കാണാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഡെക്കോർ, സ്മോളായിട്ടുള്ള ഡെക്കോർ ഉണ്ടാക്കണം എന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ വോളോ നമ്മുടെ ടേബിളൊക്കെ അപ്പോൾ വലിയ സ്പേസുള്ള റൂമിനകത്തല്ല ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് വെച്ചിരിക്കുന്ന ടേബിൾ ഒരു ചെറിയൊരു സ്പേസാണ്. അപ്പോൾ അത് അത്ര സ്പേസിൽ എങ്ങനെയെങ്കിലും ഡെക്കോർ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഈ സ്നോമാനെന്ന് വെച്ചപ്പോൾ ഞാൻ ബോൾ വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ എൻ്റെ ആകെ യെല്ലോ ബോളുകളായിരുന്നു. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ബോളൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ 2 വൈറ്റ് ബോൾ എടുക്കുക. പിന്നെ അതിന് ജോയിൻ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെക്കോർ ചെയ്യുമ്പോൾ നമ്മുടെ സ്നോമാൻ റെഡിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ലൈറ്റൊക്കെ സെറ്റപ്പൊക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങളും 1-2 സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചു. ബാക്കി സാധനങ്ങളും ഞാൻ മേടിച്ചതെല്ലാം നമ്മുടെ വെളിയിലത്തെ സ്ട്രീറ്റ് സ്റ്റോറുകൾ അവിടെ നിന്നാണ്. അപ്പോൾ ആദ്യം ഞാൻ ടേബിളൊന്ന് പരിഷ്കരിച്ചെടുക്കണം. ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു, ഒന്ന് മിനിക്ക് തുടച്ചെടുക്കാമെന്ന് വെച്ചു. പിന്നെ വോൾ ഓൾറെഡി ഞാൻ ചുമ്മാ ഒരു വൈറ്റ് വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഞാൻ ഇടയ്ക്ക് ജേർണലിങ്ങിന് മേടിച്ചത് നമ്മുടെ ഒരു ഫെറിൻ്റെ ഒരു ടേബിൾ, ഒരു ഈ സ്പ്രെഡ് പോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് മേടിച്ചിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്നോ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിനൊന്നും മെനക്കാതെ ഇതുള്ളത് കൊണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. ഞാൻ ഉണ്ടാക്കിയതാണ് മാക്സിമം സാധനങ്ങളും. അപ്പം ചെറിയൊരു ടേബിൾ ആയതുകൊണ്ട് അത്രയുള്ള സാധനങ്ങൾ വെക്കുന്നു. വലിയ അലങ്കോലപ്പെട്ടോ റൂമൊന്നും ഡെക്കോറാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് ഞാൻ മേടിച്ചതാണ്. എനിക്കൊന്ന് ബ്ലിങ്കിറ്റിൽ നിന്ന് ഏതാണ്ട് സാധനം കണ്ടപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ മേടിച്ചതാണ്. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കുഞ്ഞ് ഹൗസ്, അതിൻ്റെ അടിയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് വെക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു മേടിച്ചത്. എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മേടിച്ചതേ ഉള്ളൂ. അപ്പം ഇതൊന്നും അധികം വിലയല്ല കേട്ടോ. എനിക്കൊന്ന് 100 രൂപയോ അങ്ങനെ അങ്ങോട്ടൊക്കെ ചെറിയ സാധനങ്ങളെ വലിയ വിലയുള്ളതൊന്നും ഞാൻ മേടിക്കാൻ ആഗ്രഹിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആ ക്രിസ്മസ് ട്രീ, അതും ഞാൻ എനിക്ക് തോന്നുന്നു ബ്ലിങ്കിറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു മേടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചെറിയ സാധനങ്ങൾ മേടിച്ചു. അപ്പം നിങ്ങൾ നല്ലവണ്ണം ഡെക്കോർ ചെയ്യണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമ്മളിങ്ങനെ ശേഖരിച്ച് വെച്ച ശേഷം വെക്കുക. ഇതാണ് ഞാൻ ഇച്ചിരി വില കൂടിയ സാധനം മേടിച്ചതെന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടില്ല, എല്ലാവരുടെയും ഷോർട്സിനകത്ത് കണ്ടു കാണും. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഹൗസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനൊന്നും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഹൗസിൻ്റെ ഈ ലൈറ്റ് മേടിച്ചെന്നുള്ളൂ. അപ്പോൾ അതിനെ ഞാൻ വോളിലല്ല വെച്ചത്, നമ്മുടെ ഈ ഡെസ്കിൽ തന്നെ വെക്കണം. കുഞ്ഞു വീടുകൾ വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഡെസ്ക് ഏകദേശമൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡെസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അതിന് വോളയിലും കൂടെ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു. ഒത്തിരി കാര്യമൊന്നുമില്ല. ഇതുകൊണ്ട് ഈ സാധനം എനിക്കൊന്ന് കേക്കാണ് മേടിച്ചപ്പോൾ കിട്ടിയ സാധനം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനൊരു കാർഡായിട്ട് വെച്ചേക്കാന്ന് വെച്ചു കേട്ടോ. ഇനി നമ്മൾ ആ സ്നോമാനെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് അടിയിൽ ഞാൻ ലൈറ്റൊന്ന് ഫിറ്റ് ചെയ്തെന്നുള്ളൂ. കാരണം യെല്ലോ ആയതുകൊണ്ട് എന്നാലും വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചു. അപ്പോൾ വോള് ഞാൻ ഡെക്കോറേറ്റ് ഞാൻ റിബൺ വെച്ചു. ഞാൻ മേടിച്ച റിബണിന് ഒട്ടുമേ കട്ടിയില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ പിഞ്ചി പോകാമായിരുന്നു. പക്ഷേ എന്നാലും സാരമില്ല, വോളിങ്ങനെ പ്ലെയിനായിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് കുഞ്ഞു റിബൺ ഇങ്ങനെ ബോ പോലെ ഉണ്ടാക്കി ഞാൻ ഒട്ടിച്ചു കൊടുക്കുക ചെയ്ത്. പിന്നെ നമുക്ക് ഒത്തിരി വലിയ വോളാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നല്ല വലുതായിട്ടുള്ള റിബൺ മേടിച്ച് വെക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെക്കോർ തന്നെയാണ്. നമുക്ക് വലിയ പരിപാടി കണ്ട് ഇതെല്ലാം മാക്സിമം നമ്മൾ മേടിച്ചതും കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കിയതും വെച്ചാണ് ഞാൻ എൻ്റെ ചെറിയ സ്പേസിൽ ഞാൻ ചോദിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ സ്ട്രീറ്റ് മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ. ഇത് ഓൺലൈനിൽ മേടിക്കുന്നതിനൊക്കെ ലാഭമായിട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ കുഞ്ഞു സാധനങ്ങൾ മേടിച്ചത്. ഇതിനൊക്കെ 30-20 രൂപയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മേടിച്ചത്, അത് മേടിക്കാൻ വേണ്ടി പോയതല്ല, നമ്മൾ ഈ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പം ഇതൊക്കെ മേടിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടെ വോളിൽ വെക്കാമെന്ന് വെച്ചു. ഇതെല്ലാം ഞാൻ ആ സ്ട്രീറ്റ് മാർക്കറ്റിൽ വെച്ച് 20-30 രൂപ ഉള്ളപ്പോൾ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ നല്ല രസമല്ലേ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ ഇതിന് വെച്ചേക്കുമ്പോൾ നമുക്കിങ്ങനെ വലിയ ഡെക്കോറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ഡെക്കോർ വെച്ചിട്ട് നമ്മുടെ ഡെസ്കും ബോളും ഒക്കെ നമുക്ക് ഡെക്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ബോൾസ് ഞാൻ മേടിക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ പാക്കറ്റായിട്ട് കിട്ടുള്ളൂ, ഭയങ്കര വിലയാണ്. ഇതാണിപ്പോൾ എനിക്ക് 20 രൂപയ്ക്ക് കിട്ടി. അപ്പം എന്ന് വെച്ചാൽ 10 രൂപ വെച്ച് കിട്ടി. അപ്പം ഞാൻ വെച്ച് നമുക്ക് കിട്ടിയപ്പം നമുക്ക് മേടിച്ചേക്കാം. ഇനി ഇപ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇത് ഞാൻ
പ്രിപ്പയറായി മേടിച്ചതല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്ത്. ഇത് ഞാൻ ഈ ക്രിസ്മസിൻ്റെ തലേദിവസം ഇതെല്ലാം ചെയ്തു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് രാത്രി വരെ ഇരുന്ന് ഇത് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഹാങ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മേടിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാം. പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, റീയൂസബിൾ അല്ലേ, നമുക്ക് ശേഖരിച്ച് വെച്ച്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ വലിയതൊരെണ്ണം വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഉള്ള വെച്ച് നമ്മൾ വോളിലൊക്കെ ഇതിനെ അങ്ങ് തൂക്കിയിടാൻ പോവാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തൂക്കി. പിന്നെ എൻ്റെ വോളിൽ ഇത് മോൾ വശം കണ്ടില്ലേ നിങ്ങൾ, ഒരു ഷോപ്പ് കേസ് പോലെ ഒരു സാധനം, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇത്രയും ഭാഗമേ വോളുള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ വൈറ്റായിട്ട് ഞാൻ അതിനിങ്ങനെ ഈ വാൾപേപ്പർ പണ്ട് മേടിച്ചതാണ്, അതങ്ങ് ഒട്ടിച്ചു. പിന്നെ നമ്മളിതിങ്ങനെ തൂക്കി ഇടുവാണ്. വലിയ അലങ്കോലപ്പെടേണ്ട ആവശ്യം ഒത്തിരി ഇത് ചെയ്യാതെ. വലിയ വോളായിരുന്നു എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ആ വലിയ വോളായിട്ടില്ലാത്തതുകൊണ്ട് നമ്മളുള്ളത് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത്. പിന്നെ നമ്മൾ ലൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിളാണെങ്കിലും എൻ്റെ ഡെസ്കിന് ഒരു മനസ്സിന് സംതൃപ്തി. എനിക്ക് ക്രിസ്മസ് എന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒക്കേഷൻ എന്ന് പറയാം കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ തണുപ്പും കൂടെ ഉള്ള സമയം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡെസ്ക് ഡെക്കോറും ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ലൈറ്റിൻ്റെ ഇഷ്യൂ കാണും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ താഴെ ഭാഗമൊന്നും കാണട്ടോ, താഴെ ഭാഗമൊന്നും ഞാൻ അടിച്ചു വാരിയില്ലായിരുന്നു. അതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തൊന്നുള്ളൂ, കാരണം രാത്രി ആയിരുന്നു. പിന്നെ ഇനിയിപ്പം ഞാൻ അടിച്ചു വാരിയിട്ട് അത് ഭയങ്കര തണുപ്പാണ് ഈ റൂമിൽ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഒരു കോലം എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കോർ സിമ്പിളായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒക്കെ കാണുന്നതാണ് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമായി. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ഡെസ്ക് ഡെക്കോർ. ഇഷ്ടമായെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്നിച്ചൊന്നും മേടിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ മേടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഡെക്കോർ ചെയ്ത സാധനങ്ങൾ നമുക്ക് അടുത്ത വർഷം യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വില കൂടി ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡെസ്ക് ഡെക്കോറാണ്, അല്ലെങ്കിൽ ഡെസ്ക് മേക്ക് ഓവറാണ്. അപ്പോൾ ക്രിസ്മസ് വൈബിന് ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അന്ന് ഒത്തിരി രാത്രി ഇരുന്നാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേക്കണം. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ എൻ്റെ പൊന്നെ നല്ല സൂപ്പറായി. എനിക്ക് ഈ ലൈറ്റിൻ്റെ ഒരു വൈബ് പ്രത്യേകം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇത് ഫുള്ളായിട്ട് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ കാണുന്നതാണ് നിങ്ങൾ, അതാണ് ഇച്ചിരി ഇളിമ്പ് കാണുന്നത്. പക്ഷേ ലൈറ്റ് സാധനം ആ വീടിൻ്റെ സാധനം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലൈക്ക് അടിക്കണം മറക്കല്ല കേട്ടോ. ബായ്.